ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഫുള്ള് നീറ്റായിട്ട് വാഷ് ചെയ്യിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഈ സൈഡ് ചെറുതായിട്ട് കേബിൾ വലിയ പഴക്കമില്ല, ഈ സൈഡ് ചെറുതായിട്ട് ഒടിഞ്ഞ പോലെ നിൽക്കണം കേട്ടോ. അതിൻ്റെയാണ് ആ ചെറിയ ടൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ തൽക്കാലം അത് പ്രശ്നമില്ല, അതങ്ങനെ ഉപയോഗിക്കാം. ഇടയ്ക്ക് ചിലപ്പോൾ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് പറഞ്ഞങ്ങനെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ ക്ലിയർ ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബാറ്ററി ബോക്സിൻ്റെ ഭാഗമൊക്കെ ആയാലും അത്യാവശ്യം ക്ലിയർ ചെയ്തിട്ട് ഭാഗങ്ങളൊക്കെ അയച്ച് ഫുള്ളായിട്ട് നീറ്റായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് കയറ്റി സെറ്റ് ചെയ്യാനുണ്ട്, ബില്ലാക്കാനുണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ കഴിയുമ്പോഴത്തേക്കും വിളിക്കാം എന്തായാലും കേട്ടോ. വർക്ക് ഓൾറെഡി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ആ ഡാമേജുള്ള പാർട്സുകളുടെ ഒരു ഇതും ജസ്റ്റ് ഞാൻ എഴുതിയിട്ടേക്കാം അതിനകത്ത്. അത് നോർമൽ ഗ്യാപ്പ് പോലെ ഇടയ്ക്ക് എപ്പോഴേലും ചെയ്തു പോകണം കേട്ടോ. ആ ബെൽറ്റൊക്കെ ഇച്ചിരി മോശമാണ്. ഓക്കെ.